BSFിലേക്ക് അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്കാണ് സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ BSFിലേക്കാണ് വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. വന്നിട്ടുള്ള പോസ്റ്റുകളും അതിൻ്റെ ഡീറ്റെയിൽസും നോക്കാം. ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സബ് ഇൻസ്പെക്ടർ വർക്ക് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. EWS ഒഴികെ ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയിലേക്കും വേക്കൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ജൂനിയർ എഞ്ചിനീയർ സബ് ഇൻസ്പെക്ടർ ഇലക്ട്രിക്കൽ ആണ്. അതിനെല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും. SCക്ക് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ വേക്കൻസിയും അതുപോലെ തന്നെ സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കേണ്ട കൂടുതൽ വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് 30 വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 30 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. 2 പോസ്റ്റിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ SC STക്ക് 5 വർഷത്തെയും OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും പ്രായത്തിലിളവും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്, റിലാക്സേഷൻ നൽകുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ വർക്കിലേക്ക് അപേക്ഷിക്കാനായിട്ട് പാസ് 3 year ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു റെക്കഗ്നൈസ്ഡ് ഡിപ്ലോമ അത് 3 year ആണ് പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 3 വർഷത്തെ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ജൂനിയർ എഞ്ചിനീയർ സബ് ഇൻസ്പെക്ടർ ഇലക്ട്രിക്കലിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പാസ് 3 year ഡിപ്ലോമ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ അപ്രൂവലോട് കൂടിയുള്ള ഡിപ്ലോമ നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഉയരം പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളത് 165 സെൻറ്റിമീറ്റർ ഉയരം പുരുഷന്മാർക്ക് ആവശ്യമായിട്ടുണ്ട്. വനിതകൾക്ക് നോക്കുകയാണെങ്കിൽ 157 സെൻറ്റിമീറ്റർ 157 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പുരുഷന്മാർക്ക് ചെസ്റ്റ് പറയുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ചെസ്റ്റ് 76 സെൻറ്റിമീറ്റർ ആണ് പറയുന്നത്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 81 സെൻറ്റിമീറ്റർ ആക്കാൻ സാധിച്ചിരിക്കണം. പിന്നെ ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് ഇതിന് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വരുന്ന സിലബസും കാര്യങ്ങളൊക്കെ, അതായത് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനും പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ജനറൽ ഇൻ്റലിജൻസ് വരുന്നുണ്ട്, 25 മാർക്കിൻ്റേതാണ്. അതുപോലെ തന്നെ ജനറൽ അവയർനെസ് 25 മാർക്കിൻ്റെ വരുന്നുണ്ട്, അങ്ങനെ 50 മാർക്ക്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും ജനറൽ എഞ്ചിനീയറിംഗ് സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ 15 ക്വസ്റ്റ്യൻ, അതായത് 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഏകദേശം 0.5% ഈ ഒരു ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ളതിനാണ് വെയിറ്റേജ് കൊടുത്തിട്ടുള്ളതെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. 100 മാർക്കിൻ്റെതിൽ 50 മാർക്കും ഈ ഒരു ട്രേഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മുൻതൂക്കം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് എന്നും കൂടി പ്രത്യേകം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഫിസിക്കൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പുരുഷന്മാർക്ക് പറയുന്ന രണ്ട് പോസ്റ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ 2 പോസ്റ്റിനും അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുരുഷന്മാരായാലും വനിതകളായാലും പുരുഷന്മാർക്കുള്ള ഓട്ടമായിട്ട് പറഞ്ഞിട്ടുള്ളത് 1600 മീറ്റർ ഓട്ടം 7 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടിത്തീർത്തണമെന്നാണ്. അതുപോലെ വനിതകൾക്ക് നോക്കുകയാണെങ്കിൽ 800 മീറ്റർ ഓട്ടം 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടിത്തീർത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലോങ് ജമ്പ് പുരുഷന്മാർക്ക് 11 ഫീറ്റ് 3 ചാൻസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. സ്ത്രീകൾക്ക് ഏകദേശം 8 ഫീറ്റ് 3 ചാൻസിൻ്റെ ഉള്ളിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഹൈ ജമ്പ് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 3.5 ഫീറ്റ് 3 ചാൻസിൻ്റെ ഉള്ളിൽ പുരുഷന്മാർക്ക് പറയുന്നുണ്ട്. 2.5 ഫീറ്റ് 3 ചാൻസിൻ്റെ ഉള്ളിൽ വനിതകൾക്കും പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 15 ഏപ്രിൽ 2024 അതിന് മുൻപാകം നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കണം. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 200 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 200 രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ചില സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ 200 രൂപ നിങ്ങൾ ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
എല്ലാ വനിതാ ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ SC/ST ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷാ ഫീസ് ഇല്ല, അവർ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. പിന്നെ BSF എന്നൊക്കെ സർവീസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഇതിന് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സ് നമുക്ക് അടുത്തായിട്ട് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ബംഗളൂരു ആണ് കുറച്ച് അടുത്തായിട്ടുള്ള ഒരു എക്സാം സെൻറ്റർ എന്ന് പറയാനുള്ളത്. കേരളത്തിലെ എക്സാം സെൻറ്റർ ഉണ്ടാവുന്നതല്ല എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് യോഗ്യതയുള്ളവരെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് BSFലേക്ക് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ ഓളിലാണെന്നും കൂടി നിങ്ങൾ ഉറപ്പുവരുത്തുക.